ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖാനിച്ചിരിക്കുന്നു. ഞാൻ എഫീല ഹാഷിം, മെയിൻ കോച്ചാണ്, കൗൺസിലറാണ്, യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടറാണ്. എന്താണ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ആക്ഷൻസ് നിയന്ത്രിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ചാലഞ്ചുകൾ മറികടന്ന് നമ്മുടെ ഗോൾസിലേക്ക് എത്താനുള്ള ഒരു കഴിവാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ശരിക്കും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പൂർണ്ണത കൈവരിക്കുക എന്നതല്ല, അതായത് പെർഫെക്റ്റ് ആവുക എന്നതല്ല പ്രധാനം, സ്ഥിരതയാവുക എന്നുള്ളതാണ് പ്രധാനം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, മോട്ടിവേഷൻ ഇല്ല, ഇന്നെന്തോ ഒരു മടിയാണ്, ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, അത് ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല വേണ്ടത്. മോട്ടിവേഷൻ കാത്തു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കുകയേ ചെയ്യുള്ളൂ. മോട്ടിവേഷൻ അല്ല നമുക്ക് വേണ്ടത്. അതേപോലെ പെർഫെക്റ്റ് ആവണം എന്ന് പറയുന്ന ആൾക്കാർ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഞാനത് വിടുള്ളൂ അല്ലെങ്കിൽ എന്താ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നില്ല. പക്ഷെ പെർഫെക്റ്റ് ആവാൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കരുത്. എല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള വാശിയുണ്ടല്ലോ, അത് നമ്മൾ നിർത്താം. പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാം, അല്ലാതെ പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ, ഞാനത് നിർത്തുള്ളൂ എന്നുള്ള വാശി നമുക്ക് വേണ്ട. പെർഫെക്റ്റ് ആവുക എന്നതിനപ്പുറം അതിലൊരു സ്ഥിരത നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പല്ല് തേപ്പിക്കുന്ന സമയത്ത്, ചെറിയ കുട്ടിയാകുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ആ കുട്ടി ഉമ്മ പല്ല് തേപ്പിക്കുമ്പോൾ കരയുന്നുണ്ടാവും. അങ്ങ് പല്ല് തേക്കണ്ടെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടാവും, ഓടുന്നുണ്ടാവും, ഒരുപാട് അടിയൊക്കെ കൊടുത്തിട്ടായിരിക്കും പല്ല് തേപ്പിക്കാല്ലേ. ഭയങ്കര മടിയായിരിക്കും പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുടച്ചിട്ടായിരിക്കും അവര് എങ്ങനെയെങ്കിലും ആ പല്ല് തേക്ക് നിർത്താം, അല്ലേ? പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും പല്ല് തേക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ? ഇരുത്തി നിങ്ങളെ കരയിപ്പിച്ച് ഇങ്ങനെ പല്ല് തേപ്പിച്ച് തരാറുണ്ടോ? ഇല്ല. നമ്മൾ സ്വമേധയാ എന്ത് ചെയ്യുന്നുണ്ട്? ഉറങ്ങി എഴുന്നേറ്റ് പാടെ പല്ല് തേക്കുന്നുണ്ട്. ഇതൊരു ശീലമായിട്ട് മാറി, അല്ലേ? അതാണ് ഡിസിപ്ലിൻ, അതാണ് വേണ്ടത്. മറ്റേത് നിങ്ങൾ ചെറുപ്പത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നേർക്ക് പോലും പല്ല് തേക്കുന്നുണ്ടാവില്ല, അല്ലേ? പക്ഷെ പല്ല് തേക്കുന്നത് പക്ഷെ നേർക്കാണോ, വൃത്തിയിലാണോ? ആയിരിക്കില്ല. നമ്മൾ കരഞ്ഞിട്ട് നമ്മളിങ്ങനെ മുകളിലിങ്ങനെ പിടിച്ചിട്ട് മുട്ടിപ്പോട്ട് നമ്മൾ ഉമ്മമാര് പല്ല് തേപ്പിക്കുന്നുണ്ടാവല്ലേ. ലാസ്റ്റ് ഒരു ഉമ്മ പറയും, മതി പോട്ട് കരച്ചിൽ കേൾക്കാൻ കഴിയുന്നില്ല, അല്ലേ? പക്ഷെ ഇപ്പോ നമ്മൾ കൂളായിട്ട് പല്ലേക്കുന്നു, ബ്രഷെടുക്കുന്നു, നല്ല രീതിയിൽ പല്ലേക്കുന്നു, അല്ലേ? പണ്ടങ്ങനെയാണോ? ഇരുന്ന് എത്ര അടി കൊണ്ടിട്ടുണ്ടാവും നമുക്കൊക്കെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? പക്ഷെ ഇപ്പോ ഇല്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ തന്നെ സ്വമേധയാ പല്ല് തേക്കുന്നുണ്ട്, ആരും നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തുണ്ട്? പല്ല് തേക്കുന്നുണ്ട്, വൃത്തിയിൽ തന്നെ പല്ല് തേക്കുന്നുണ്ട്, അല്ലേ? അവിടെ എന്താ വന്നത്? ഒരു സ്ഥിരത വന്നു. അല്ലാതെ പെർഫെക്റ്റ് ആവണം എന്നുള്ള വാശിയല്ല അവിടെ ജയിച്ചത്. എന്താ? സ്ഥിരതയാണ് ജയിച്ചത്, അല്ലേ? നമ്മളെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ അത് ശീലമായി. പിന്നെ നമുക്ക് മോട്ടിവേഷൻ വന്നില്ല. പല്ല് തേക്കാൻ ആരെങ്കിലും, പക്ഷെ എനിക്കൊന്നും പല്ല് തേക്കാൻ മൂടില്ല, അതിന് മോട്ടിവേഷൻ ഇല്ല, ഞാൻ എന്തെങ്കിലും യൂട്യൂബിൽ മോട്ടിവേഷൻ കിട്ടോ നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കാറുണ്ടോ? ഇല്ല. എഴുന്നേറ്റ് ഉടനെ നമ്മൾ പല്ല് തേക്കാറുണ്ട്, അല്ലേ? മോട്ടിവേഷൻ തപ്പി നടക്കാറുണ്ടോ പല്ല് തേക്കാൻ വേണ്ടിയിട്ട്? ഇന്ന് പല്ല് തേക്കണ്ടേ, ഞാൻ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, പല്ല് തേക്കാൻ മോട്ടിവേഷൻ ഇല്ല, എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാറുണ്ടോ? ആരെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ വന്നത്? ഒരു സ്ഥിരത വന്നപ്പോൾ, അതൊരു ഹാബിറ്റ് ആയപ്പോൾ അവിടെ ഒരു ഡിസിപ്ലിൻ വന്നു. രാവിലെ എഴുന്നേറ്റ് പാട് നമ്മൾ പല്ല് തേക്കുന്നു, അതൊരു ഡിസിപ്ലിനാണ്, അല്ലേ? അച്ചടക്കമാണ്. ഇതാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. മോട്ടിവേഷൻ ഇല്ലെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റണം. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള വില്യം ജെയിംസ് പറയുന്നുണ്ട്, നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ ഒരു മികവ് പ്രവൃത്തിയല്ല, മറിച്ചത് ശീലമാണ് എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ പാട് ബെഡൊക്കെ നമ്മൾ വിരിച്ചിടുന്നുണ്ടെങ്കിൽ അതൊരു ഡിസിപ്ലിനാണല്ലേ, അതൊരു അച്ചടക്കമാണ്.
അത് കാണുന്ന ഒരാൾക്ക് നമ്മളെ കുറിച്ചിട്ട് ഒരു മതിപ്പുണ്ട്, അല്ലെങ്കിൽ അയാൾ നോക്കി എണീറ്റ പാട് ബെഡൊക്കെ വിരിച്ചിരുന്നുണ്ട് അല്ലേ. നേരെ മറിച്ച് എഴുന്നേറ്റ് പാട് ബെഡ്ഷീറ്റ് ആടിട്ട് ചുരുട്ടിക്കുട്ടിയിട്ട് ചിലപ്പം എന്താ പറയുക തലയണൊക്കെ നിലത്തുണ്ടാവും, എന്നിട്ട് പല്ലേക്കുന്നുണ്ടാവും, പല്ലേച്ചിട്ട് മുഖം തോർത്തുന്ന ടവല് അവിടെ ഇട്ട് ചാടുന്നുണ്ടാവും. അങ്ങനത്തെ ഉള്ള ഒരാളെ കാണുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്തായിരിക്കും അയാളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അയാളെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ നമ്മളെ ഡിസിപ്ലിനാണ് ശരിക്കും നമ്മളെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ ഹാബിറ്റ്സ് അല്ലേ, നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാവും, പോസിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാവും അല്ലേ, നല്ല ഹാബിറ്റ്സ് ഉണ്ടാവും, മോശമായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹാബിറ്റ്സിന് ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടി വരും. നല്ല ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടി വരും, മോശം ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്, പലർക്കും ഹാർഡായിട്ട് തോന്നുന്നത്. എന്ത്, ഒരു ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തെടുക്കുക, അതേപോലെ നെഗറ്റീവ് ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ രാവിലെ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഇന്ന് മുതൽ ഞാൻ എന്തായാലും വർക്കൗട്ട് ചെയ്യുന്നുള്ളത്. നിങ്ങൾ 2-3 ദിവസം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ 4ാമത്തെ ദിവസം മടിയായിട്ട് പിന്നെ കിടക്കും അല്ലേ. അതെന്തുകൊണ്ടാ? നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തു, പക്ഷെ എന്തിനാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ വെയിറ്റ് കുറക്കുന്നത്, എന്തിനാണ് ഞാൻ വർക്കൗട്ട് ചെയ്യേണ്ടത്, ഒരു മണിക്കൂർ അരമണിക്കൂറാണ് എന്തിനാണ് ഈ ഒരു ഹാബിറ്റ്സ്, അതായത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളൊരു ഹാബിറ്റ്സ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് എന്നതിൻ്റെ ഒരു ലക്ഷ്യം നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. എനിക്ക് എൻ്റെ ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എൻ്റെ ബോഡിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യണം, അത് എൻ്റെ ബോഡി ഒന്ന് ഹെൽത്തി ആക്കണം, എൻ്റെ വെയിറ്റ് ഇത്ര വെയിറ്റ് അങ്ങ് കുറക്കണം, അതിനാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ ഫസ്റ്റ് ഫിറ്റ് ചെയ്യാം നമ്മുടെ മൈൻഡിൽ. ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് എന്താണ്, ലക്ഷ്യമാണ്. നമ്മൾ എന്തിനാണ് ഈ ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ഈ ഹാബിറ്റ്സ് കൊണ്ടുവരുന്നത് നമ്മുടെ ലൈഫിലേക്ക്, ഈ ഹാബിറ്റ്സ് എൻ്റെ ലൈഫിൽ നിന്ന് പോകണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്തിനാണ് എന്നതിൻ്റെ ഒരു കറക്റ്റ് പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വിഷൻ ബോർഡ് എന്നൊക്കെ പറയുന്നത്. അതായത് വിഷൻ ബോർഡിന് ഒരുപാട് ചാർട്ട് വേണം, ഒരുപാട് പേപ്പർ വേണം, അങ്ങനെയൊന്നുമില്ല. അത് ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാസത്തിൽ ഒരു ഹാബിറ്റ്സ് ഞാൻ പുതുതായിട്ട് കൊണ്ടുവരും എന്നുള്ള തീരുമാനം എടുക്കാം. ആ ഹാബിറ്റ്സ് എന്തിനാണെന്നുള്ളതിൻ്റെ ലക്ഷ്യം കറക്റ്റ് വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കൗട്ട് ഞാൻ എല്ലാ ദിവസവും ഇനി മുതൽ 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യും. എന്തിനാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളിപ്പോൾ ഞാൻ നാളെ മുതൽ ഷുഗർ കട്ട് ചെയ്യും, നിങ്ങൾ എന്തിനാണ് ഷുഗർ കട്ട് ചെയ്യുന്നത്? ചിലപ്പോൾ നിങ്ങൾ ബ്ലഡ് ഷുഗർ കുറക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറക്കാനായിരിക്കാം. അത് നിങ്ങളെ മൈൻഡിൽ കൊടുക്കുക. അത് എനിക്ക് എൻ്റെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട്, എൻ്റെ ബോഡി വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് നാളെ മുതൽ ഞാൻ ഷുഗർ കട്ടിലാണ്, അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ഷുഗർ കട്ടിലാണ്. അപ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ അവിടെ എന്താ വേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്ക് അവിടെ എന്ത് മോട്ടിവേഷനാണ് വേണ്ടത്? നിങ്ങൾ കാണുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് വെയിറ്റിലാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്തത്, ആ വെയിറ്റിനനുസരിച്ചുള്ള ഒരു ബോഡീൻ്റെ ഒരു പിക്ചർ, ഒരു ഇമേജ് നിങ്ങൾ എന്ത് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാം. പിൻട്രസ്റ്റെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ വരക്കാം. എന്നിട്ട് നിങ്ങൾ കാണുന്ന പക്കത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. എല്ലാ ദിവസവും നിങ്ങൾ ഫോൺ വെക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചില ആൾക്കാർക്ക് ഉണ്ടാവും, നിങ്ങൾ മുമ്പ് നല്ലോണം മെലിഞ്ഞിട്ടായിരിക്കും, ഡെലിവറിക്ക് ശേഷമായിരിക്കും തടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പഴയ ലൈഫിലേക്ക് അല്ലെങ്കിൽ പഴയ ബോഡിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പഴയ ബോഡിയിലുള്ള എന്തെങ്കിലും ഒരു പിക്ചർ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, പഴയ എന്തെങ്കിലും ഫോട്ടോ, അത് നിങ്ങൾ വാൾപേപ്പർ ആക്കി വെക്കുക. നിങ്ങൾ കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ ലക്ഷ്യം ഈ വെയിറ്റിലേക്ക് എത്തണം എന്നാ,
സമയത്തുണ്ടായ വെയിറ്റിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് മനസ്സിലുണ്ടാവും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ആ പുതിയ ഒരു ഹാബിറ്റ്സ് ഉണ്ടല്ലോ, എന്ത് വെയിറ്റ് കുറക്കണം, ഷുഗർ കട്ട് എന്നത് മനസ്സിലേക്ക് വരും. അത് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അവിടെ നിങ്ങൾ ഒരു ദിവസം എന്താ പറയുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്തായാലും ചെയ്യും. ഇനി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. ഒരു ദിവസം 2 ദിവസം നിങ്ങൾ മുടങ്ങി. അവിടെ നിങ്ങൾ പലർക്കും പറ്റുന്ന 2 ദിവസം ഞാൻ ചെയ്തിട്ടില്ലാണ്ട് ബോഡി പിന്നെയും നോക്കിയ പിന്നെ 2 കിലോ കൂടി. പക്ഷെ ഞാൻ എന്താ ഇത്രയും വർക്കൗട്ട് ചെയ്ത് പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അവിടുന്ന് പിന്നെ നിങ്ങൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു പുതിയൊരു ബുക്ക് വായിക്കാനാണ് തീരുമാനം, നിങ്ങൾ റീഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഇല്ല, ആ ഹാബിറ്റ്സ് ആണ് നിങ്ങൾ ഈ മാസം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ റീഡിംഗ് എന്നത് ഒരു 5 മിനിറ്റിലേക്ക് നിങ്ങൾ മാറ്റാം. ഏതൊരു ഹാബിറ്റ്സ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് ഒരു 5 മിനിറ്റ് ആക്കുക. നേരത്തെ എഴുന്നേൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വെയിറ്റ് കുറക്കുക എന്നുള്ളത് നിങ്ങളൊരു ടാർഗറ്റാണ്, ഒരു ഗോളാണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഹാബിറ്റ്സ് കൊണ്ടുവരാം. എന്ത് ഹാബിറ്റ്സ്? ഡെയിലി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. ആ ഡെയിലി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതിനെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ആദ്യത്തെ 2 ആഴ്ച ഒരു 5 മിനിറ്റ് ഞാൻ വർക്കൗട്ട് ചെയ്യും. 2 ആഴ്ച കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആക്കുക. പിന്നെ അങ്ങനെ ഓരോ ആഴ്ചയിലും ഈ 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങളത് കൂട്ടാം. അപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കണം എന്നാണ് നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ ലക്ഷ്യം എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 10 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 ആഴ്ച 9 മണിക്കോ 9:30ക്കോ നിങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് പിന്നെയും എന്ത് ചെയ്യാം? 9:30 എന്നുള്ളത് 9 മണിയോ അല്ലെങ്കിൽ 9 മണി എന്നുള്ളത് 8:30 ആക്കാം. അങ്ങനെ മെല്ലെ മെല്ലെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഹാബിറ്റ്സ് കൊണ്ടുവരേണ്ടത്. ഈ ഹാബിറ്റ്സ് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ഡിസിപ്ലിൻ നമ്മൾ എന്ത് ചെയ്യാണ്? കൊണ്ടുവരാണ്. അവിടെ ഒരു ഡിസിപ്ലിൻ നടക്കാണ്, ഒരു അച്ചടക്കം നടക്കാണ്, അച്ചടക്കം ഉണ്ടാവാണ്. ഈ അച്ചടക്കം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇപ്പൊ എല്ലാവരും പറയുന്നത് എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചില ദിവസങ്ങളിൽ മുടങ്ങുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. മനുഷ്യരായ എല്ലാവർക്കും അത് ഉണ്ടാവും. എനിക്കുണ്ട്. ഞാൻ ചിലപ്പോൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും. മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവും, ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവും, വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടാവും, വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ടാവും. അതൊക്കെ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ എപ്പോഴാണോ ഓക്കെ ആവുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഗസ്റ്റ് പോകുന്നത് ആ നെക്സ്റ്റ് മൊമെന്റ് തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് മിനിറ്റ് തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളതാണ്. അവിടെ നിങ്ങളൊരു ബ്രേക്ക് എടുത്തു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് കൊടുക്കരുത്. ഞാൻ ഇവിടെ ബ്രേക്ക് എടുത്തു, ഓക്കെ. കാരണമില്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കരുത്. അതൊരു കാരണമല്ല. മെന്റൽ ഹെൽത്ത് വീക്കല്ല, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല, ഗസ്റ്റും വന്നിട്ടില്ല, ഒരു പരിപാടി ഇല്ല, വെറുതെ നാളെ ചെയ്യാം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? എന്തെങ്കിലും എന്താ ചെയ്യേണ്ടേ? നിങ്ങൾ എവിടെയാണുള്ളത്? 1 2 3 4 5 5 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് അത് ചെയ്യുക. അത് 2 3 മിനിറ്റ് എത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഒരു 5-6 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. 5 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. 6-ാമത്തെ ദിവസം 7-ാമത്തെ ദിവസം 8-ാമത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്തിട്ടില്ല. നിങ്ങളിങ്ങനെ പിന്നെ ചെയ്യാം അത് വേണ്ട അല്ലെങ്കിൽ മടി വരുന്നു എന്നുള്ള രീതിയിൽ എത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത്? ഇപ്പൊ ചിലപ്പോൾ ബെഡിൽ കിടക്കായിരിക്കാം, നിങ്ങൾ ബസ്സിലായിരിക്കാം, അല്ലെങ്കിൽ നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ TV ആണെന്നുണ്ടാവാം. എവിടെയാണോ അവിടുന്ന് 1 2 3 4 5 അവിടുന്ന് അപ്പം തന്നെ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? വർക്കൗട്ട് ചെയ്യണം ബസ്സിലാണെങ്കിലാണ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാം. ഇപ്പം എന്ത് ചെയ്യാം? അവിടെ ബസ്സിന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്ന് എന്ത് ചെയ്യാം? ബസ്സിന്ന് കീഞ്ഞപാട് നിങ്ങൾ ചിലപ്പോൾ നടക്കാൻ അങ്ങോട്ട് ഒരു 5 മിനിറ്റ് നടക്കുക. ബസ്സിന്ന് ഇറങ്ങിയ പാട് ഒരു 5 മിനിറ്റ് നടക്കാം. അതേപോലെ TV ആണെങ്കിൽ TV ഒരു 5 മിനിറ്റ് നടക്കെങ്കിൽ 2 മിനിറ്റ് നടക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് ചിരിച്ചാൽ മതി. അതിനെ 1 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ 1 മിനിറ്റ് എടുക്കുക. പക്ഷെ അത് ചെയ്യാന്നുള്ളതാ. നമ്മൾ എത്ര മിനിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ചിലപ്പം ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ 1 മിനിറ്റ് ഒക്കെ ചെയ്തിട്ട് എന്ത് റിസൾട്ട് ഉണ്ടാവാനാണെന്ന്? ആദ്യം നിങ്ങളുടെ ലൈഫിൻ്റെ അതൊരു ഭാഗമാക്കട്ടെ.
എന്നിട്ട് നമുക്ക് റിസൾട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാം. അത് ആദ്യം നിങ്ങളൊരു ഭാഗമാക്കുക, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക, അതൊരു ഹാബിറ്റായിട്ട് മാറ്റ്. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇന്ന് നിങ്ങൾക്ക് തോന്നാം അവരൊക്കെ നോക്കി മെലിഞ്ഞിട്ട് എന്താണ് ഞാൻ ഇവിടെ പോത്തക്കമ്പോഴേ തടിച്ചിട്ട്, എനിക്ക് ഇന്ന് എന്നെ ബോഡി ഒരു 10 കിലോ കുറക്കണം, ഞാൻ ഇന്ന് തന്നെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ 2 ദിവസം വർക്കൗട്ട് ചെയ്യും. 3-ാമത്തെ ദിവസം അയ്യോ കാലുവേദന എടുക്കുന്നേ കൈവേദന എടുക്കുന്നേ ഇതവിടെ നിന്ന് മൂലം കിടക്കും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ഒരു 2 ആഴ്ച നിങ്ങൾ 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആക്കുക. ഇത് ഈ വർക്കൗട്ട് ചെയ്യുന്നതിൽ മാത്രമല്ല, ഏതൊരു ഹാബിറ്റ്സ് ആണോ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത്, എവിടെയാണോ നിങ്ങൾക്ക് അച്ചടക്കം കൊണ്ടുവരേണ്ടത്, അവിടെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക, ഈ ഒരു 5 മിനിറ്റ് റൂള്. അതേപോലെ മടി തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുക, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, എഴുന്നേൽക്കുക. അപ്പം നിങ്ങൾക്ക് 1 മിനിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 1 മിനിറ്റ് ചെയ്താൽ മതി. അത് ചെയ്യാന്നുള്ളതാണ്. ഇത് നീറ്റായിട്ട് ചെയ്യുന്നുണ്ടോന്നോ അല്ലെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങളിങ്ങനെ പോകുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ 1 മിനിറ്റിലൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് റിസൾട്ട് കിട്ടാനാ? കുറച്ചെത്തുമ്പോൾ 1-2 മാസം എത്തുമ്പോൾ നിങ്ങൾക്കത് ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്താലും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കാലോ കയ്യോ വേദനിക്കുന്നുണ്ടാവില്ല, അതൊരു പാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. അവിടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് അതൊരു പാടായിട്ട് തോന്നില്ല. പിന്നെ തടി കുറയുന്നതൊക്കെ നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കും തടി കുറയുന്നതൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ചില ആൾക്കാർ എത്രയോ കാലങ്ങളോളം ഒരു 5 മണീൻ്റെ അലാറം വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. 5 മണിക്ക് എഴുന്നേൽക്കും. ഇവിടെ അലാറം അടിയെന്നല്ലാണ്ട് എഴുന്നേൽക്കുന്നുണ്ടാ? അലാറം ഓഫ് ചെയ്യും, പിന്നെയും കിടക്കും, അലാറം ഓഫ് ചെയ്യും, ഇതന്നെ എടുക്കും. എന്നിട്ട് പറയും എനിക്ക് 5 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല. ഞാനും മോർണിംഗ് പേഴ്സൺ അല്ല, ഞാനും നിങ്ങളെ പോലെ 10 മണിക്ക് എഴുന്നേറ്റ ആളാണ്. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ അതേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാ. 9:30 എണീക്ക്, എന്നിട്ട് 9:30 എന്നുള്ളത് 9 മണിയാക്കി, 9 മണിയുള്ളത് 8:30 ആക്കി. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ കാണുന്ന മോർണിംഗ് പേഴ്സൺ ആയത്. ഇപ്പോഴും ചിലപ്പോൾ ഉറങ്ങാനുള്ള അവസരം കിട്ടി ഉറങ്ങും. നമ്മൾ എന്തിനാണത് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ലക്ഷ്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ, ഇതൊന്നും ഒരു പാടായിട്ട് നമുക്ക് തോന്നൂല എന്നാ. നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം, എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഒരു പഠിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റ്സ് ആക്കി എടുക്കുക എന്നുള്ളത്, അതൊരു ഈസി ആക്കിയിട്ട് നമ്മുടെ ബ്രെയിനിൽ കൊടുക്കുക എന്നുള്ളതാണ്. ബ്രെയിനിന് നമ്മൾ ഇന്ന് ഇതുവരെ ഒരു വർക്കൗട്ടും ചെയ്യുന്നില്ല, ഒരു പഠിക്കാത്ത ആൾ, ബുക്ക് തുറന്ന് നോക്കാത്ത ആളാണെന്ന് വിചാരിക്കാം. സ്കൂളിൽ നിന്ന് ടീച്ചർ മുമ്പിൽ വരുമ്പോൾ മാത്രം ബുക്ക് തുറക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. അങ്ങനത്തെ ആളെ എക്സാമിന് എനിക്ക് മാർക്ക് വേണം, ഞാൻ എന്തായാലും നാളെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ നോക്കും. ഞാൻ 2 ദിവസം പഠിക്കും. 3-ാമത്തെ ദിവസം എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തത്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്? ബ്രെയിന് പറയാണ് ഇത് പാടില്ല പണിയാണ്, നിന്നെ കൊണ്ട് പറ്റുന്നതല്ലാന്ന് ബ്രെയിന് പറയാണ്. ഇത് എങ്ങനെ പറയാണ്ടിരിക്കും? ഇപ്പോൾ നമ്മളോട് ഒരു 10 കിലോ അല്ലെങ്കിൽ ഒരു 5 കിലോൻ്റെ അരി എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എടുക്കും അല്ലേ? ചിലപ്പം ചില വെയിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ആയിട്ട് എടുക്കും. ഇന്ന് 2 വയസ്സുള്ള കുട്ടീനോട് നമ്മൾ പറയാണ് 5 കിലോൻ്റെ അരി എടുക്കാൻ പറഞ്ഞാൽ കുട്ടിക്ക് എടുക്കാൻ കഴിയുമോ? അതേപോലെ ഇപ്പോൾ നമ്മുടെ ബ്രെയിന്, നമ്മുടെ മൈൻഡ് ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിക്കാം. ആ 2 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് ഇപ്പോഴുള്ള നമ്മളെ 30-35 കിലോ ഉള്ള നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് ഇതേപോലെ എഫേർട്ട് എടുക്കേണ്ടി വരും. എങ്ങനെ ഈസി ആക്കേണ്ടി വരും. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇതുവരെ രാവിലെ എഴുന്നേൽക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ. അപ്പം ഈ 10 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ 9:30 എഴുന്നേൽക്കുമ്പോൾ ബ്രെയിന് അത്ര മനസ്സിലാവില്ല. ഇവിടെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല. അതൊരു പാടാണ്. അരമണിക്കൂറല്ലേ, അല്ല ആ രീതിയിലല്ലേ കൊടുക്കുക. അതായത് ഇപ്പോൾ നമുക്കൊരു കട ഉണ്ട്, അല്ലെങ്കിൽ അത് വേണ്ട, വേറെന്തെങ്കിലും ഉദാഹരണം പറഞ്ഞിട്ട്, ഒരു ഫുഡ് നമ്മുടെ മുമ്പിൽ ഒരു പ്ലേറ്റ് നിറച്ചും ഫുഡ്, അതായത് ഒരു വലിയ തളികയിൽ ഫുഡ് കൊണ്ടുവന്നു. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തളർന്നു, ഇത്രയും ഞാൻ കഴിക്കണം, എനിക്ക് കഴിക്കാൻ പറ്റൂല. അപ്പം തന്നെ നിങ്ങൾക്കറിയാം അത് കഴിക്കാൻ പറ്റൂല, കാരണം ഇത്രയും ഫുഡ് ഞാൻ കഴിക്കാം. എന്നാൽ നിങ്ങളുടെ മുന്നിൽ ഒരു കുഞ്ഞു പ്ലേറ്റിൽ കുറച്ച് ചോറ്, ഒരു 2 വാരലല്ലേ ഇല്ലു, നമുക്ക് 2 വാരൽ ഇട്ട് വായിലിട്ടാൽ അത് തീർന്നു. ഇങ്ങനെ ഓരോ മിനിറ്റിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ
കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഫുഡ് തന്നിട്ടുണ്ടാവും. അങ്ങനെ ഇങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഫുഡ് കഴിച്ച് ചിലപ്പോൾ ആ തളികയിലുള്ളത് 1-2 ദിവസം കൊണ്ട് നമ്മൾ തീർത്തിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ആദ്യം ആ പ്ലേറ്റ് കണ്ടപ്പോൾ നമുക്ക് എന്താ തോന്നിയത്, ഇതെന്നെ കൊണ്ട് തീർക്കാൻ പറ്റൂല എന്നുള്ളത്. പക്ഷേ നമ്മൾ ഉമ്മമാർ എന്താക്കി, വലിയ പ്ലേറ്റിൽ നിന്ന് ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റി ചെറിയ ക്വാണ്ടിറ്റി ആക്കി. ഇത്രയല്ലോ, ഒരു ദോശയല്ലേ, ഒരു ദോശ സിമ്പിളായിട്ട് കഴിച്ചൂടെ, അല്ലെങ്കിൽ ഹാഫ് ദോശയല്ലേ, അത് കഴിക്കാം. ഇനി കഴിച്ച് നമ്മൾ ഉച്ചക്ക് കഴിക്കുന്നു, രാവിലെ കഴിക്കുന്നു, ഉച്ചക്ക് കഴിക്കുന്നു, വൈകുന്നേരം കഴിക്കുന്നു, രാത്രി കഴിക്കുന്നു, പിറ്റേ ദിവസം കഴിക്കുന്നു. അപ്പം അന്ന് മുമ്പ് കണ്ട ആ വലിയ പ്ലേറ്റിലുള്ള തളികയിലുള്ള ചോറുണ്ടല്ലോ, അതിങ്ങനെ കഴിക്കും. അതേപോലെയാണ് നമ്മുടെ ബ്രെയിനും. അത് ആദ്യം തന്നെ ഇവിടെ 10 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ആ ബ്രെയിനത് പാടുള്ള ജോലിയാ. ആ ബ്രെയിന് നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റൂല എന്നുള്ളതാണ് ആ ബ്രെയിനും പറയാം. നേരത്തെ മറ്റേതാണെങ്കിലോ 10 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ ഒരു 9:30 എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ സിമ്പിൾ, സാറില്ല, ഒരു മണിക്കൂറൊക്കെ നേരത്തെ വെച്ച് ഇതൊക്കെ എന്ത് സാരില്ല പോട്ടെ എന്ന രീതിയിലായിരിക്കും നമ്മൾ ബ്രെയിൻ എടുക്കാം. അത് കഴിഞ്ഞ് 2 ആഴ്ച നമ്മൾ എന്ത് ചെയ്തു, 9:30 എഴുന്നേറ്റു എന്ന് വിചാരിക്കുക. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് 9 മണിയാക്കുക. അപ്പോഴും ബ്രെയിന് തോന്നൂല, കാരണം ഓൾറെഡി 9:30 ഇപ്പോൾ 2 ആഴ്ച എഴുന്നേൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അരമണിക്കൂറല്ലേ, സിമ്പിൾ അല്ലേ, സിമ്പിൾ എന്ന രീതിയിലായിരിക്കും ബ്രെയിൻ എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് 9 മണിക്ക് നമുക്ക് എഴുന്നേൽക്കും. ഇങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് നമ്മൾ ടാർഗറ്റ് എവിടെയാണ്, 5 മണിക്ക് എഴുന്നേൽക്കും. അപ്പം ഞാൻ അന്ന് കണ്ട ഒരു ടാർഗറ്റ് ഉണ്ട് 5 മണിക്ക് എഴുന്നേൽക്കുന്നത്, ഇപ്പം അത് സക്സസ് ആയി. അപ്പോൾ ബ്രെയിനത് അത്ഭുതമാണ്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്തു, ബ്രെയിനെ ഇങ്ങനെ ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളത് കൊടുത്തു. നമ്മൾ ചെറിയ കുട്ടികളോട് പറയില്ലേ, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് നമ്മളോട് പറയില്ലേ ഫുഡ് കഴിക്കുമ്പോൾ, ഇതാ ഒരു വാരലില്ലല്ലോ, അത് ഒരു വാലിട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ അല്ലേ. നമ്മളോട് അങ്ങനെയല്ലേ ഉമ്മമാർ അറിയാലോ ഫുഡ് കഴിക്കുമ്പോൾ, ഇതിങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ, അതാ ഇട്ട് പോനേ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നല്ലേ ഇല്ല തീർന്ന്, ഒന്ന് ഒരു വാരലാവുമ്പോൾ ആ ഫുഡ് കഴിച്ചാൽ തീർന്നില്ലേ, പ്ലേറ്റ് കാലിയായില്ലേ എന്ന് നമുക്ക് ഉണ്ടാവാം. പാടല്ല അല്ലേ. പക്ഷേ നമ്മൾ ഉമ്മ പിന്നെയും ഉണ്ടാവും ചോറിട്ടത്, പിന്നെയും പറയും ഇത്ര ഇല്ലല്ലോ മോനെ. നമ്മൾ വിചാരിക്കാത്ത ഫുഡ് നമ്മൾ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. കാരണം നമ്മളോട് എന്താ പറയുന്നത്, ഇത്ര ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ അല്ലേ. ഇതേ ആയതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബ്രെയിനോട് പറയാം, ഇത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റില്ലേ. ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേൽക്കാനാണോ പാട്, ഓൾറെഡി 10 മണിക്കല്ലേ എഴുന്നേൽക്കുന്നത്, അത് 9:30 ആക്കാനാണ് ഇത്ര വലിയ പാട്. ഒരു അരമണിക്കൂർ, ഇനി കുറച്ച് 2 ആഴ്ച ഒരു അരമണിക്കൂർ, പിന്നെയും 2 ആഴ്ച ഒരു അരമണിക്കൂർ, അങ്ങനെ കൂടി ലാസ്റ്റ് എന്ത് ചെയ്തു, 10 മണിക്ക് എഴുന്നേൽക്കുന്നതാണ് 2-3 മാസം കൊണ്ട് ചിലപ്പം 5 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ജയിച്ചവിടെ, നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ, 5 മണിക്ക് എഴുന്നേൽക്കാന്നുള്ള ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ. മറ്റേതാണെങ്കിലോ 10 മണിക്ക് നിൽക്കുന്ന ആള് ഒറ്റയടിക്ക് 5 മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം ചെയ്യും. കാരണം ബ്രെയിൻ ഇതിനെ കൊണ്ട് പറ്റൂല, ഇതെന്താണ്, നിന്റെ എത്ര ടൈമാ വേസ്റ്റ് ചെയ്യണം, എത്ര ഉറങ്ങുന്ന ടൈമാ വേസ്റ്റ് ആവുന്നതിനെ കൊണ്ട് പറ്റൂല എന്നിട്ട് പിന്നെയും നമ്മൾ ഉറക്കൂ. പിന്നെ 5 മണി എന്നുള്ള ഗോള് നിങ്ങൾ സ്വപ്നത്തിൽ കാണണ്ട അല്ലേ. പിന്നെയും കുറേ മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബോധം, 5 മണി എന്നുള്ള ഗോള് 5 AM ആ ഗോള് എനിക്ക് അച്ചീവ് ചെയ്യണം. എന്നിട്ടും പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യും, 5 മണിക്ക് അലാറം വെക്കും, എന്നിട്ട് 2 ദിവസം കണ്ടിന്യൂ ചെയ്യും, പിന്നെയും ഉണ്ടാവണം. ഇത് നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല, പറ്റൂല. പിന്നെ അതിനേക്കാൾ നല്ലതല്ലേ ഇത്, 10 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ 10:30 എഴുന്നേൽക്കാം. ഇങ്ങനെ വേണം നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ ഹാബിറ്റ്സും കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ നിങ്ങൾ ചെറുതായി കൊണ്ടുവരുമ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് അവിടെ കീപ്പ് ചെയ്യാണ്. നിങ്ങൾ അവിടെ നല്ലൊരു അച്ചടക്കം നിങ്ങൾ അവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു അച്ചടക്കം വരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളിൽ അല്ലേ, ചെറിയ കുട്ടിയെന്ന് വിചാരിക്കും, ചെറിയ കുട്ടിയിൽ എങ്ങനെയാണ് അച്ചടക്കം കൊണ്ടുവരേണ്ടത്. ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കൊരു അച്ചടക്കം കൊണ്ടുവരുന്നത് അവരുടെ ബാത്റൂമിലാണ് ഒരു ഡിസിപ്ലിൻ നിങ്ങൾ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഒരു ബാത്റൂം ഡിസിപ്ലിൻ പഠിപ്പിക്കണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ കുട്ടീനെ കരയിപ്പിച്ചിട്ട് ചെരുപ്പിട്ടിട്ടേ കയറാൻ പാടില്ല കേട്ടോ, ചെരുപ്പിട്ടിട്ടേ ബാത്റൂമിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ പേടി കൊണ്ട് 1-2 ദിവസം കൊണ്ട് ചിലപ്പം ബാത്റൂമിൽ കയറുന്നുണ്ടാവും. നിങ്ങളില്ലാത്ത സമയത്ത് അവർ ചെരുപ്പിടാണ്ട് ബാത്റൂമിൽ കയറുന്നുണ്ടാവും അല്ലേ. നിങ്ങളുള്ളപ്പോൾ ചെരുപ്പിട്ടിട്ടും നിങ്ങളില്ലാത്തപ്പോൾ ചെരുപ്പൂരിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, ബാത്റൂമിൽ കയറുന്നുണ്ടാവും. അവിടെ ഡിസിപ്ലിൻ വന്നോ,
ഇല്ല. അത് നിങ്ങളെ പറ്റിക്കാൻ മാത്രം കുട്ടി ചെയ്യുന്നതാ ചെരുപ്പിടുന്നത്. അവിടെ ഡിസിപ്ലിൻ വന്നിട്ടില്ല. ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം, ബാത്റൂം ഡിസിപ്ലിൻ ഫസ്റ്റ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കുട്ടീനെയും കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ടൗണിൽ പോവാ. എന്നിട്ട് കുട്ടിക്ക് ഇഷ്ടമല്ല ചെരുപ്പ് നിങ്ങളുടെ അവരോട് സെലക്ട് ചെയ്യാൻ പറയാം. ചെരുപ്പുണ്ടല്ലോ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ്, നമ്മളെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുണ്ടാവും. അവരോട് പറയാ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുള്ളത്. അത് സെലക്ട് ചെയ്യുമ്പോൾ പറയാ ഇത് എന്തിനാണെന്നറിയോ, നാളെ മുതൽ നമ്മൾ ബാത്റൂമിൽ ചെരുപ്പിട്ടിട്ടാ കയറാൻ പോകുന്നേ. അതൊരു കൗതുകം പോലെ. നമ്മൾ പറയില്ലേ, നമ്മൾ നാളെ ഇന്ന സ്ഥലത്ത് ട്രിപ്പ് പോവാന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ആണ്. തന്നെയാ നമ്മ ട്രിപ്പ് പോകാൻ പോവാണോ, ആ രീതിയിലായിരിക്കും. അതേപോലെ നമ്മളെന്താ ഈ ചെരുപ്പ് എന്തിനാണെന്നറിയോ, നമ്മൾ നാളെ മുതൽ അല്ലെങ്കിൽ വീട്ടിൽ പോയപാട് മുതൽ നമ്മൾ അതിന് മുതൽ ചെരുപ്പിട്ടിട്ടാണ് ബാത്റൂമിൽ കയറാൻ പോകുന്നത്. അപ്പോൾ കുട്ടിക്കൊരു കൗതുകം വരാണ് അവിടെ. അതെയോ, നമ്മൾ നാളെ മുതൽ അല്ലെങ്കിൽ പോയപാടൊന്നും ഈ ചെരുപ്പിട്ടിട്ടാ ബാത്റൂമിൽ കയറാം. അവിടെ കുട്ടിക്ക് അത് കൗതുകമായിട്ട് മാറി. അതൊക്കെ ചെയ്യണം എന്നുള്ളത് കുട്ടിക്ക് സ്വയം തോന്നാൻ തുടങ്ങി. അത് കുട്ടിക്കൊരു ഹാപ്പിനെസ് തരുന്നത് പോലെ കുട്ടിക്ക് തോന്നാൻ തുടങ്ങി, കുട്ടിയുടെ ബ്രെയിനിൽ തോന്നാൻ തുടങ്ങി. അത് വാങ്ങിയിട്ട് കുട്ടീനോട് തന്നെ എന്ത് ചെയ്യാം, അവിടെ ബാത്റൂമിൻ്റെ അടുത്ത് വെക്കാൻ പറയാം. എന്നിട്ട് ഒന്ന് പോയി നോക്കി നോക്കിയാൽ മോനെ, ആ ചെരുപ്പിട്ടിട്ട് ഒന്ന് പോയി നോക്കി നോക്കിയാൽ, ബാത്റൂമിൽ ചെരുപ്പിട്ടിട്ട് ബാത്റൂമിൽ കയറാൻ പറയാം. നല്ല രസമില്ലേ, നല്ല രസമില്ലേ. ഇതാ ഉമ്മ നോക്കിയ, ഉമ്മയും ചെരുപ്പിട്ടിട്ടുണ്ട്, ഉമ്മും ബാത്റൂമിൽ കയറുമ്പോൾ ചെരുപ്പിട്ടിട്ടുണ്ട്. ഇനി മുതൽ അമ്മ ഇങ്ങനെയല്ലേ കയറാൻ പോകുന്നേ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ കുട്ടി എന്ത് ചെയ്യും, കുട്ടിയുടെ ഉള്ളിൽ ഇതൊരു പാടുള്ള കാര്യമാണ് എന്ന് തോന്നൂല. കുട്ടി ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും. കുറച്ച് നാൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് എഫേർട്ട് എടുത്താൽ മതി. പിന്നെ ചിലപ്പോൾ 2 ദിവസം മതി ചില കുട്ടികൾക്ക്, ചിലപ്പോൾ 1 ദിവസം നിങ്ങൾ ഒരു തവണ പറഞ്ഞാൽ മതി. കുട്ടി പിന്നെയുള്ള എല്ലാ ദിവസവും ചെരുപ്പിട്ടിട്ടായിരിക്കും പോവുക. ഓരോ കുട്ടി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ ചെരുപ്പ് ഇടാണ്ടാട്ടം നീ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ നിന്റെ പുറം പൊളി ഇട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി നിങ്ങളുടെ മുന്നിൽ നിന്ന് മാത്രമേ ചെരുപ്പിടും. നിങ്ങളില്ലാത്തപ്പോൾ കുട്ടി ചെരുപ്പിടൂല. കാരണം ആ ചെരുപ്പിടാന്നുള്ളത് ഒരു വലിയൊരു ജോലിയായിട്ടാണ് നിങ്ങൾ ആ കുട്ടിയുടെ ബ്രെയിനിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നാൽ മറ്റേ കുട്ടിക്കോ ഒരു ഹാപ്പിനെസ്, ചെരുപ്പിടുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിൽ ഒരു എൻജോയ്മെൻറ്റ് നിങ്ങളത് കൊടുത്തു, ഒരു സന്തോഷം അവിടെ കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് അത് ചെയ്യാൻ പിന്നെയും ഒരു തോന്നല്, പിന്നെയും ചെരുപ്പിടണം. ഇപ്പോൾ ഫുഡ് വേസ്റ്റ് ആക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഈ നിലത്ത് ഇടുന്നുണ്ടല്ലോ, പ്ലേറ്റിൽ നിന്ന് നമ്മൾ കയ്യിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് ഫുഡ് പോകുന്നുണ്ടെങ്കിൽ ആ ഫുഡ് എന്ത് ചെയ്യുക, അവരെ കൊണ്ട് തന്നെ പ്ലേറ്റിൽ ഇടാൻ വേണ്ടി നോക്കാം. എങ്ങനെ പറയണം, പറയുന്ന ടോണ് നമ്മൾ ശ്രദ്ധിക്കണം. നീ ഇപ്പം ആ ചോറ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടില്ലേ, നീ നിലത്തിട്ട ചോറ് നീ പ്ലേറ്റിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ നിന്റെ ഉപ്പാനെ വിളിക്കും, അല്ലെങ്കിൽ ഉമ്മാനെ വിളിക്കും, ഞാൻ ഇപ്പം വടിയെടുക്കുമെന്ന് പറഞ്ഞാൽ അത് പാടില്ല. ഒരു വലിയ കല്ലെടുത്തിട്ട് പ്ലേറ്റിൽ വെക്കുന്ന പോലെ കുട്ടിക്ക് തോന്നാം. എന്നാ നിങ്ങൾ പറയാതെ ഉമ്മ ചെയ്ത് നോക്കിയേ, നിലത്ത് വീണത് പ്ലേറ്റിലേക്ക് ഇടുന്ന നോക്കിയേ. ഇങ്ങനെ വേണം കേട്ടോ ഇടാൻ, ഇങ്ങനെ ഇടണം കേട്ടോ, ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ കൂടെ തന്നെ കുട്ടി ചെയ്യും. കുട്ടിയെ ആ ഒരു ഡിസിപ്ലിൻ ആ കുട്ടി ചെയ്യും. മറ്റേത് എന്താ, കുട്ടി ഭയങ്കര നിങ്ങളെ പേടിച്ചിട്ട് ചെയ്യുന്നുണ്ടാവും. പേടിച്ചിട്ട് എങ്ങനെ വലിയൊരു കല്ലെടുത്തിട്ട് പ്ലേറ്റിൽ വെക്കുന്നവരെയൊക്കെ ചെയ്യാം അല്ലേ. നമ്മളതിലങ്ങനെ തന്നെ, നമ്മൾ പേടിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളത് വൃത്തിക്ക് ചെയ്യൂല അല്ലേ, നമ്മൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളോട് എടാ ഒന്നൊക്കെ എഞ്ചി പറഞ്ഞു നോക്കിയാ, എടാ പ്ലീസ്ടാ ഒന്ന് അത് ചെയ്യോ, ഒന്ന് ആരെങ്കിലും പറഞ്ഞാൽ എടാ ചെയ്യാടാ ഞാൻ ചെയ്തോളാം. എന്നാ ഒരാൾ പറയാം നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പിരാളിങ്ങനെ അളകൂട്ടാ, എനിക്ക് ദേഷ്യം വിട്ടു, ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരോടുള്ള ദേഷ്യവും എന്നാൽ അവരോടുള്ള പേടിയും കൊണ്ട് നമ്മളത് ചെയ്യും. പക്ഷെ ആ ചെയ്യുന്നതിലൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. ഈ ബുദ്ധിമുട്ടിനെ മാറ്റിയിട്ട് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ നോക്കാം. അതിന് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാം. നിങ്ങൾക്കാണ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് റൂളായിട്ട് നിങ്ങൾ അതെടുക്കുക. അല്ലെങ്കിൽ 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 2 മിനിറ്റ്സ് റൂൾ എടുക്കുക. നിങ്ങൾക്ക് ടഫില്ല ജോലി, നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക
ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നുള്ളത്, നിങ്ങൾ എപ്പോഴും അലക്കിക്കഴിഞ്ഞാൽ ഡ്രസ്സ് ഒരു റൂമിലിടും അലക്കിയിട്ട് നമ്മൾ ഉണക്കിയിട്ട് റൂമിലിടും, മടക്കൂല. അപ്പോൾ നിങ്ങൾക്ക് അവിടെയാണ് ഒരു ഡിസിപ്ലിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡെയിലി ഞാൻ 5 ഡ്രസ്സ് മടക്കും എന്നുള്ളത് നിങ്ങൾ വെക്കാം. ഞാൻ ഡെയിലി 5 ഡ്രസ്സ് മടക്കും. അപ്പോൾ നിങ്ങൾ 5 ഡ്രസ്സ് മാത്രമേ മടക്കാൻ പാടുള്ളൂ. ഓക്കെ, 5 എന്ന് പറഞ്ഞാൽ 5, അതിനപ്പുറം കൂടാൻ പാടില്ല. അത് ഇങ്ങനെ കുറയുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ മടക്കുമ്പോൾ നമ്മളെ കൂടെ നമ്മുടെ മക്കളും മെല്ലെ മടക്കുന്നുണ്ടാവും. അതിങ്ങനെ കുറഞ്ഞ് വരിക. പിന്നെ നിങ്ങൾ ഇപ്പോൾ 2 മാസം, ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് 5 തുണി രീതിയിൽ മടക്കുമ്പോൾ നിങ്ങൾക്കതൊരു ഹാബിറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ ഇത് 5 എന്നുള്ളത് 10 തുണിയായിട്ട് മടക്കാം, 10 തുണി മടക്കുന്നത്. പിന്നെ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ എപ്പോഴാണോ ഡ്രസ്സ് നിങ്ങളുടെ ആ റൂമിലേക്ക് കൊണ്ടുവരുന്നത്, അപ്പോൾ നിങ്ങൾ ഡെയിലി എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഡ്രസ്സ് മടക്കുന്നുണ്ടാവും. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മടിയന്മാരായ നമ്മുടെ ബ്രെയിനിന് ആ മടി കൊണ്ട് തന്നെ പണി ചെയ്യിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ മടിയനായ നമ്മളെ ആ മടി കൊണ്ട് തന്നെ പണി ചെയ്യിപ്പിക്കുന്നു. മുള്ളിനെ മുള്ളു കൊണ്ട് എടുക്കാന്ന് പറയുന്ന പോലെ മടി കൊണ്ട് തന്നെ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. ഒരു ബുക്ക് റീഡ് ചെയ്യണം, ഒരു ബുക്ക് ഫുള്ള് വായിച്ച് തീർക്കണം എന്നുള്ളത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ദിവസം ഒരു ഹാഫ് പേജ് ഞാൻ വായിക്കും എന്നുള്ള തീരുമാനം എടുക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നൂല അല്ലേ? ഹാഫ് പേജിലുള്ള ഒരു 2 മിനിറ്റ് കൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റും. ഇത് നിങ്ങൾ ഒരിക്കലും 2 ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂട്ടാൻ പാടില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് കൂട്ടാം. പിന്നെയാണ് ഒരുപാട് കൂട്ടരുത്, കുറച്ച് ചിലപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ആവേശം കൂടും, അത് നോക്കണം. ആവേശം കൂടുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാൻ തുടങ്ങും, 10 എന്നുള്ളത് ഒരു 30 ആക്കിയാലോ എന്നുള്ളത്. അത്രത്തോളം പോവണ്ട കേട്ടോ, ചിലപ്പോൾ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മെല്ലെ നമുക്ക് വന്നാൽ മതി, മെല്ലെ. അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ മക്കൾക്ക് ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട രീതിയും ഇതാണ്. അല്ലാതെ നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ മല മറിക്കുന്നത് പോലെ ആയിരിക്കും കുട്ടിക്കത്. ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ പേടിച്ചിട്ടാ, നിങ്ങളില്ലാത്തപ്പോൾ അവരെ ചെയ്യുന്നുണ്ടാവില്ല. നിസ്കരിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട് അല്ലേ, നിസ്കരിക്കാൻ മടിയുള്ള മക്കളുണ്ടാവും. അപ്പോൾ ഈ ഉമ്മമാര് പേടിപ്പിച്ച് നിസ്കരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അടിച്ച് നിസ്കരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിസ്കരിച്ചിട്ട് അടിക്കണം അല്ലേ, പക്ഷെ അടിക്കാനുള്ള ചാൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അതിന് മുന്നായിട്ട് കുട്ടി സ്വമേധയെ നിസ്കരിക്കണം. അതിന്റെ കഴിവ് ഉമ്മമാർക്ക് വേണം. എങ്ങനെ? നിങ്ങൾ നിസ്കരിക്കുമ്പോൾ തന്നെ കുട്ടിയെയും നിസ്കരിപ്പിക്കുക. അതൊരു എന്താ പറയാ, പാടായിട്ട് കുട്ടിക്ക് തോന്നാത്ത രീതിയിൽ നമ്മൾ ഈ ബാത്റൂമിൽ ചെരുപ്പെട്ട രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കാൻ പഠിപ്പിക്കേണ്ടത്. നിസ്കരിക്കുക എന്നുള്ളത് കൊണ്ടുവരുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കേണ്ടത്. പല ആൾക്കാർക്ക് എന്തുകൊണ്ട്, നീ നിസ്കരിച്ചിട്ടില്ല, ഇതാ എൻ്റെ തോല് ഞാൻ പൊളിക്കും, ഞാൻ അടിക്കും, ഞാൻ ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഏടി കൊണ്ടാണ് പല കുട്ടികളും നിസ്കരിക്കുന്നത്. പിന്നെ വലുതാവുമ്പോൾ കുട്ടിക്ക് മടിയാണ് നിസ്കരിക്കാൻ. കാരണം മുമ്പ് എന്തിനാണ് നിസ്കരിച്ചത്? എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട്, ഉസ്താദിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങക്ക് വേണ്ടിയിട്ടല്ലേ? എനിക്ക് വേണ്ടിട്ട്. എൻ്റെ ഉമ്മ തുടങ്ങും വാങ്ങി കൊടുത്താ വടി അടിച്ച് വരാന്. അപ്പൊ ആ വടി കാണുമ്പോൾ പേടിയാവും, അങ്ങനെ കൊടുത്തിട്ട് നിസ്കരിക്കുന്നതാ. ചിലപ്പം ചില ആൾക്കാര് വാതിൽ പൂട്ടിയിട്ട് നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് റൂമിൽ നിന്നിട്ട് പുറത്തിറങ്ങുന്ന ആൾക്കാരും ഉണ്ട്, അങ്ങനത്തെ മക്കളും ഉണ്ട്. അപ്പോ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കരുത്. അതൊരു നല്ല കാര്യമായിട്ട് എങ്ങനെ നിസ്കരിക്കാൻ പഠിപ്പിക്കേണ്ടത് എന്ത് ചെയ്യാം, ചെറിയ കുഞ്ഞു മക്കളാവുമ്പോൾ തന്നെ അവരുടെ മുന്നിൽ തന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നോക്കാം. ഖുർആൻ ഓതുമ്പോൾ ചെറിയ കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഖുർആനൊക്കെ വലിച്ച് കീറും, നമ്മൾ നിസ്കരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ വേറെ റൂമിലും നമ്മൾ വേറെ റൂമിലും ആയിരിക്കും നിസ്കരിക്കുക. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്നൊന്നും അവർ കാണുന്നുണ്ടാവില്ല, ഖുർആൻ ഓതുന്നത് കാണുന്നുണ്ടാവില്ല. എന്നിട്ട് 7 വയസ്സാകുമ്പോൾ നമ്മൾ അടിക്കാൻ തുടങ്ങും. എങ്ങനെ അവർ ചെയ്യുക? നമ്മൾ ചെയ്യുന്നത് അവർ കണ്ടിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്നത് അടിക്കുന്നതാ, നിസ്കരിച്ചിട്ട് അടിക്കുന്നത്, ഖുർആൻ ഓതിട്ട് അടിക്കുന്നത്. നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് അവർ കണ്ടിട്ടില്ല. നമ്മൾ നല്ല രീതിയിൽ ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ കുട്ടിയാണെങ്കിലും, ഇപ്പോൾ 1 മാസമായ കുട്ടിയാണെങ്കിലും 2 മാസമായ കുട്ടിയാണെങ്കിലും, നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഖുർആൻ നിസ്കരിക്കണ്ടേ, ഖുർആൻ ഓതണ്ടേ? ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ ഖുർആൻ ഓതുമ്പോൾ നിസ്കരിക്കുമ്പോൾ
അവരെ അടുത്ത് നിർത്താം. കൂടെ ആരെങ്കിലും ഉണ്ടാവണം കേട്ടോ. ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ പുറത്തൊക്കെ കയറി ചെയ്യുന്നുണ്ടാവും. ആരെങ്കിലും ഉണ്ടാവണം അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ മുന്നിൽ നിന്ന് നിസ്കരിക്കാം. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ അവർ നമ്മളെപ്പോലും നിസ്കരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവും. നമ്മളെന്താ ചെയ്യുന്നത്, കൈയ്യട്ടുന്നത് എങ്ങനെയാ, നമ്മൾ സുജൂദിലേക്ക് എങ്ങനെ പോകുന്നത്, എങ്ങനെ സലാം വിട്ടുന്നത്, അതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ചിലർക്ക് അവർക്ക് അർത്ഥം പോലും മനസ്സിലാവില്ല. അതെന്താ പറയുന്നത് അറിയില്ലെങ്കിലും അവരിങ്ങനെ വായി കൊണ്ട് ഇതിലോ പറയുന്നതായിട്ട് അവരിങ്ങനെ നോക്കുന്നുണ്ടാവും അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ കുട്ടികളെ, നമ്മൾ ചെയ്യുന്നത് പോലെയാണ്, നമ്മൾ പറയുന്നത് പോലെയാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നതും അതേപോലെ പറയുന്നതൊക്കെ. പല ആൾക്കാരും പറയുന്നുണ്ട് കുട്ടികളെ ഒന്ന് വളർത്തിയെടുക്കാൻ അവരുടെ ഡിസിപ്ലിൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഇതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് അവരെ കൊണ്ടുവരാന്നുള്ളത് ഭയങ്കര പാടുള്ളതാന്നുള്ളത്. ശരിക്കും കുട്ടികളെ വളർത്താൻ പാടില്ല. ചില കുട്ടികളെ വളർത്താൻ പാടുണ്ട്. എങ്ങനത്തെ പല ഡ്രോമാസ് അനുഭവിച്ച കുട്ടികളുണ്ടാവല്ലോ, ഈ ADHD അങ്ങനത്തെ ഉള്ള കുട്ടികളുണ്ടാവല്ലോ, മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള കുട്ടികൾക്ക്. അവരെ നമ്മൾ ഡിസിപ്ലിൻ പഠിപ്പിക്കാനും അവരൊന്ന് ഹാൻഡിൽ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ മറ്റു കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനോ പഠിപ്പിക്കാനോ ഡിസിപ്ലിൻ പഠിപ്പിക്കാനോ അത്ര പാടില്ല. കാരണം നമ്മൾ ഈ രീതിയിൽ എന്ത് ചെയ്താൽ മതി, അവരെ അച്ചടക്കം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവർ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നീറ്റായിട്ട് അവർ ചെയ്യും. അപ്പം ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസിപ്ലിൻ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ. ഒരു ഫീഡ്ബാക്ക് പോലെ നിങ്ങൾ അറിയിക്കുക എന്തായാലും മസ്റ്റായിട്ട്. ഓക്കെ, ഇൻഷാ അള്ളാ ഇനിയും ഒരുപാട് ഫ്രീ ക്ലാസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ എന്തായാലും അറിയിക്കുക കേട്ടോ എല്ലാവരും. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ബെറ്റർ യു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തെ വർക്ക്ഷോപ്പാണത്. ഒരു കമ്മ്യൂണിറ്റിയാണ്. എല്ലാ ആഴ്ചയിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. എല്ലാ ദിവസവും 365 ദിവസം ടാസ്ക് ഉണ്ടാവും. അത് വലിയ വലിയ ടാസ്ക് ഒന്നുമല്ല, കുഞ്ഞു കുഞ്ഞു ടാസ്ക്കാണ്. അതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ട്, 100 രൂപയാണ് പേയ്മെൻറ്റ്. അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, പേഴ്സണലി ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അതിൽ പറയുന്നത്, ബെറ്റർ റിവ്യൂവിൽ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറേണ്ടത്, അതായത് ഒരു നല്ലൊരു മികച്ചൊരു വ്യക്തിയായിട്ട് എങ്ങനെ നമുക്ക് മാറാം പ്രൊഫഷണലി. അതായത് ചിലപ്പം നിങ്ങളൊരു ജോബിലുണ്ടാവാം, ആ ജോബിന് ഒരു പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷെ നിങ്ങളെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ പോലും പ്രൊമോഷനിലേക്ക് പോകുന്നു, നിങ്ങളിപ്പോഴും ഒരേ ലെവലിൽ നിൽക്കുന്നു. അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് സ്കില്ലില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ചില മേഖലയിൽ നിങ്ങൾ ഫെയിലായി പോയതുകൊണ്ടോ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെ മാറ്റി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് എങ്ങനെ മാറാമെന്നുള്ളതാണ് നമ്മൾ ആ ഒരു ബെറ്റർ യു കമ്മ്യൂണിറ്റിയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.